Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഒരു കാലത്ത് ചിറയിൻ കീഴായിരുന്ന മണ്ഡലമാണ് പിന്നീട് ആറ്റിങ്ങലായി മാറിയത്. ആ സമയത്ത് ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിന്ന മനസ്സായിരുന്നു എല്ലാ സമയത്തും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. അതെ, അത് ഈ കഴിഞ്ഞ തവണയാണ് ആ കോട്ട തകർന്നതും അടൂർ പ്രകാശ് ആ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതെ, നമ്മൾ ഈ ഇലക്ഷൻ പൂരത്തിന്റെ ഈ ഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയതോടുകൂടിയായിരുന്നു അങ്ങനെ കേരളം ഒന്നടങ്കം വലത്തേക്ക് ചാഞ്ഞത് എന്നും അതിന്റെ ഭാഗമായി കൂടിയാണ് ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിന് നഷ്ടമായത് എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് ചിറയൻകീഴ് ആറ്റിങ്ങലായി മാറുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കാട്ടാക്കട, ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് ആധിപത്യമാണ് ഉള്ളത്. അതോടൊപ്പം നമുക്ക് 2019 തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ 2014 അവിടെ നിന്നുള്ള ജനപ്രതിനിധി എന്നത് ഡോക്ടർ എ സമ്പത്തായിരുന്നു. അദ്ദേഹം 46% വോട്ട് നേടിക്കൊണ്ടായിരുന്നു വിജയിച്ചതെങ്കിൽ 2019 അടൂർ പ്രകാശ് ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അവിടെ 38,247 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു തെരഞ്ഞെടുപ്പിൽ നേടി. അപ്പോൾ ആ സമയത്ത് തിരശീല വീണത് 28 വർഷം നീണ്ട LDF ആധിപത്യത്തിന് കൂടിയാണ് ആ സമയത്ത്. എന്തായാലും നമുക്ക് ഇനി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അതിനു മുൻപ് നമുക്ക് പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ, സിറ്റിംഗ് MP അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി വി ജോയ്, ഒപ്പം വി മുരളീധരൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, NDAയുടെ സ്ഥാനാർത്ഥി, 3 പേരുടെയും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രതീക്ഷകൾ ഏത് തരത്തിലാണ് എന്ന് നോക്കാം. എത്രത്തോളം വിജയപ്രതീക്ഷ ഈ ഘട്ടത്തിലുണ്ട്? എന്തുകൊണ്ട്? 101% വിജയപ്രതീക്ഷയുമായിട്ടാണ് ഞാൻ ഈ അവസാന ഘട്ടത്തിലുള്ള ഈ പര്യടന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു വികാരം കാണുമ്പോൾ, ജനങ്ങളുടെ ഒരു ഈ നട്ടുച്ച നേരത്തും അവർ എല്ലാം സഹിച്ചുകൊണ്ട് ഇറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അവർ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് വളരെ ഉദാത്തമായ ഒരു തെളിവാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് ഈ ഘട്ടത്തിൽ? എന്തുകൊണ്ട്? 100%. കാരണം ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രചരണം ഇങ്ങനെ പോകുമ്പോഴും 100% വിജയപ്രതീക്ഷ? 100%. ഞാൻ 100% ജയിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ പ്രചരണത്തിലുള്ള ഒരു ആത്മവിശ്വാസം, അത് കാണുമ്പോഴുള്ള ആത്മവിശ്വാസമാണ് ആളുകളുടെ ഒരു പ്രചരണത്തിലുള്ള ആത്മവിശ്വാസം. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു ഏകീകരണം, വളരെ ഭംഗിയായി ഞങ്ങളുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. VV അരുൺ ആറ്റിങ്ങൽ നിന്ന് ചേരുമ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം, ഏത് തരത്തിലാണ് ഒരു പൾസ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അരുൺ, ഇതിൽ പ്രധാനമായിട്ടും UDF ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ സിറ്റിംഗ് MP അടൂർ പ്രകാശിന്റെ പ്രതീക്ഷകളെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു സമയമുണ്ട്. ഈ ഏത് തരത്തിൽ ഇപ്പോൾ ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു ത്രികോണ മത്സരമുള്ള ഒരു മണ്ഡലമായി അത് മാറിയതിനു ശേഷവും ആ പ്രതീക്ഷകൾ തുടരുന്നുണ്ടോ? UDF, കോൺഗ്രസ് ആ രീതിയിലേക്ക് ഒരു പ്രതീക്ഷ പ്രകടമാക്കുന്നുണ്ടോ? അപർണ, ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥ ത്രികോണ മത്സരമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. നമുക്കറിയാം, ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം. നേരത്തെയൊക്കെ കഴിഞ്ഞ തവണ മാറ്റിനിർത്തി അടുത്ത കാലത്തൊക്കെ ഇടതുമുന്നണി തുടർച്ചയായി വിജയിപ്പിച്ച മണ്ഡലം നമുക്ക് കാണാം. ഇതും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗം. ഞാനുള്ളത് പാലോടാണ്, ആറ്റിങ്ങൽ മണ്ഡലത്തിൽപ്പെട്ട പാലോടാണ്. ഇവിടെ കുറച്ചു മുമ്പ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കടന്നുപോയിരുന്നു. അതിൻ്റെ ഭാഗമായി ആ പ്രചരണത്തിന് വന്ന തെയ്യക്കോലങ്ങളാണ്. തെയ്യമൊന്നല്ലേ? തെയ്യക്കോലങ്ങളല്ലേ? ഭഗവതി തെയ്യമാണ്. എവിടെ നിന്ന് വരുന്നത് നിങ്ങൾ? കല്ലറ. കല്ലറയാണ്.
ഇതിനി എങ്ങനെ ഇവിടുന്ന് വേറെ പ്രചരണം ഉണ്ടോ? ഇവിടെ നിന്ന് ഇനി പച്ച നന്ദിയോട് അവിടെ ഉണ്ട്. ഇത് ഉണ്ട്. ഇവിടെ തെയ്യം കെട്ടിയാടും. ഇത് ബി ജോയിയുടെ ഇടത് സ്ഥാനാർത്ഥിയുടെ. നിങ്ങൾ ഇലക്ഷൻ കാലത്തിന് സ്ഥിരം പോകാറുണ്ടോ? ഇത്തരം പോകാറുണ്ട്. ഭഗവതി തെയ്യം തന്നെയാണ് ഇത് പറയുന്നത്. ഇത് മുച്ചിലോട്ട് പോകാൻ തെയ്യം, അത് ഭദ്രാളി തെയ്യം, ഇത് പോകാതെ തെയ്യം. ഇത്രയേ ഉള്ളൂ. എല്ലാ ഇലക്ഷനും ഇങ്ങനെ പോകാറുണ്ടോ? എല്ലാ ഇലക്ഷനും വിളിക്കുകയാണെങ്കിൽ പോകും. എവിടെ വീടൊക്കെ സ്ഥലമൊക്കെ എവിടെ? സ്ഥലം കല്ലറ. കല്ലറയാണ്. എങ്ങനെയുണ്ട് ഇലക്ഷന് ചൂടൊക്കെ എങ്ങനെയുണ്ട്? തെയ്യം മാറ്റി വെച്ച് അല്ലാതെ പറയുമ്പോൾ 3 പേരും നല്ല വർക്കറാണ്. ആര് മുൻതൂക്കം നമുക്ക് പെട്ടെന്ന് പറയാം. ശക്തമായ മത്സരം ഉണ്ടല്ലേ? ശക്തമായ മത്സരത്തിൽ ഒന്നിനൊന്നും മിച്ചമായിട്ട് പോകും. അതുതന്നെയാണ് ഈ തെയ്യക്കോലങ്ങൾക്കും പറയാനുണ്ട്. ആറ്റിങ്ങിന് എത്രത്തോളം തീവ്രമായ പോരാട്ടമെന്ന് നമുക്കറിയാം. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത്രയധികം ശക്തമായ പോരാട്ടമാണ്. നേരത്തെ അപർണ ചോദിച്ചിലേക്ക് വന്നാൽ UDF ക്യാമ്പിന് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. UDF ക്യാമ്പ് മാത്രമല്ല 100% കുറഞ്ഞ് വിജയപ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥി ആരുമില്ല. 100% വീതമാണ് വി ജോയും വി മുരളീധരനും പറയുന്നത്. അടൂർ പ്രകാശ് 101% വിജയപ്രതീക്ഷ പറയുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷയാണ്. UDF ക്യാമ്പിന് ഈ ഒരു ത്രികോണ പോരാട്ടം തങ്ങൾ ഗുണം ചെയ്യുമെന്ന അഭിപ്രായമാണ് സ്ഥാനാർത്ഥിക്കും. ജോയ്ക്ക് മുൻഗണന ഉണ്ട്. പൂർണ്ണമായിട്ടും ജോയ് മുൻഗണന ഉണ്ട്. ഓക്കെ. അതെ. ഓക്കെ. ഏതായാലും തെയ്യക്കോലങ്ങൾ രാഷ്ട്രീയ നിലപാട് കൂടി പറഞ്ഞു. രാഷ്ട്രീയ നിലപാടോ തെയ്യക്കോലമാണ്. നേരത്തെ 3 പേരും ശക്തരായ വർക്കർമാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാറ്റി വി ജോയിക്കാണ് മുൻതൂക്കമെന്ന് പറഞ്ഞു പോകുന്നത്. ഏതായാലും അഭിലാഷ് അതിശക്തമായ ത്രികോണ പോരാട്ടത്തിലാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. അരുൺ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, അതായത് ഈ ആറ്റിങ്ങലിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ഒരു വിവാദം എന്നത് വോട്ടിന് പണം എന്ന ആരോപണം ആണ്. അത് തള്ളിക്കളയുന്നുണ്ട്. അവിടെ അടൂർ പ്രകാശിന്റെ ബന്ധുവാണ് ബിജു രമേശ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഈ അവസാന ലാപ്പിലേക്കൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ചില വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ വോട്ടർമാരെ സ്വാധീനിക്കാറുണ്ടല്ലോ. അങ്ങനെ ഇപ്പോഴെത്തി നിൽക്കുന്ന ഈ വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്തിമഘട്ടത്തിൽ വോട്ടർമാരെയൊക്കെ ആ വിവാദം കൃത്യമായി മണ്ഡലത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൂടിയാണ് ചോദ്യം. അരുൺ, അഭിലാഷ്, അപർണ, നമുക്കറിയാം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇതാദ്യമല്ല ഇത്തരം വിവാദങ്ങൾ. അടൂർ പ്രകാശ് 2019 കോന്നി MLA എന്ന നിലയിൽ തന്നെ ഇവിടേക്ക് മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം ചെയ്തത് ഒരുപക്ഷെ സാധാരണ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ വന്ന് പ്രധാനപ്പെട്ട വ്യക്തികളെയും ആളുകളെയും ഒക്കെ കണ്ട് പരിചയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണമായി ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചേർക്കൽ ഒക്കെ ഉണ്ട്. പക്ഷേ അടൂർ പ്രകാശ് അന്ന് ചെയ്തത് ഇരട്ട വോട്ടുകൾ കണ്ടെത്തുകയായിരുന്നു. 1,00,000-ലേറെ ഇരട്ട വോട്ടുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് കണ്ടെത്തി. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് അത്രയധികം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു. അവിടെ തന്നെ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് വിജയം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് പിന്നാലെ ഇപ്പോൾ ചില വിവാദങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് അന്ന് ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ജയരാജ് കൈമൾ എന്ന അയാളുടെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അങ്ങനെ വിവാദങ്ങളൊക്കെ ആ സമയത്തുണ്ട്. ഇത്തവണയും അടൂർ പ്രകാശ് ആദ്യം ഉന്നയിച്ച ആരോപണം ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഇരട്ട വോട്ടുകൾ 1,00,000 പരം ഇരട്ട വോട്ടുകൾ ഇപ്പോഴും ഈ മണ്ഡലത്തിലുണ്ട് എന്ന ആരോപണം അടൂർ പ്രകാശ് ഉന്നയിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അത് പരിശോധിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുന്നു. അവിടെ പരിശോധന നടത്തുന്നു. അടൂർ പ്രകാശിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു. അവിടെ കൊണ്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. അടൂർ പ്രകാശ് ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ആ പരാതി ഉള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും വോട്ടർ പട്ടിക ഇരട്ടിപ്പുണ്ട്, 1,00,000 വോട്ട് ഇരട്ടിപ്പുണ്ട് എന്ന ആരോപണം അടൂർ പ്രകാശ് ഉന്നയിക്കുന്നു. അതിനിടയിലാണ് നിങ്ങൾ ചോദിച്ച പോലുള്ള പുതിയൊരു വിവാദം കൂടി ഉയർന്നു വരുന്നത്. അത് നേരത്തെ CPM നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം സമയം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ആരോപണമായി ഉന്നയിച്ചതാണ്. ബിജു രമേശ് എന്ന മുൻ അബ്കാരി, അദ്ദേഹം ഇപ്പോൾ അബ്കാരി വ്യവസായവുമായി ബന്ധപ്പെട്ടില്ല എന്ന് അദ്ദേഹം അറിയിക്കുന്നത്. അദ്ദേഹം അടൂർ പ്രകാശിൻ്റെ അടുത്ത ബന്ധുവാണ്. ബിജു രമേശ് ഇവിടെ ക്യാമ്പ് ചെയ്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് അടൂർ പ്രകാശിനായി അനധികൃത ഇടപെടലുകൾ നടത്തുന്നു, പണമൊഴുക്കുന്നു, മദ്യമൊഴുക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. ആ ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ സംശയമെങ്കിലും തോന്നിക്കുന്ന തരത്തിലുള്ളൊരു നടപടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അരുവിക്കര മണ്ഡലത്തിലെ ഒരു കോളനിയിലാണ് ബിജു രമേശിനെ CPM DYFI പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുന്നത്. അതിന് കാരണം അവിടെ അദ്ദേഹം രാത്രി ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തോടൊപ്പം 3-4 ആളുകളുണ്ടായിരുന്നു. ഈ CPM പ്രവർത്തകർ തടിച്ചുകൂടുമ്പോൾ ബഹളമുണ്ടാക്കുമ്പോൾ 2 പേർ ബൈക്കിൽ രക്ഷപ്പെടുന്നു. ആ രക്ഷപ്പെട്ട ആളുകൾ പണവുമായി രക്ഷപ്പെടുകയായിരുന്നു എന്ന ആരോപണമാണ് CPM
കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. 2 മണിക്കൂറിലേറെ ബിജു രമേശിനെ അവിടെ CPM പ്രവർത്തകർ തടഞ്ഞു വെച്ചു. പോലീസ് എത്തി, അരുവിക്കര പോലീസ് അവിടെ എത്തി, ഇലക്ഷൻ കമ്മീഷന്റെ സ്ക്വാഡ് അവിടെ എത്തി. ഇവരുടെ ആരോപണങ്ങൾ ബിജു രമേശിന്റെ വാഹനത്തിലും അതുപോലെ തന്നെ ഈ പണം കൊടുത്തു എന്ന് പറഞ്ഞ വീട്ടിലുമൊക്കെ പരിശോധന നടത്തി. അത്തരം ആരോപണം തെളിയിക്കുന്ന തെളിവുകൾ അവിടെ അന്ന് ഇവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ CPM ആരോപിക്കുന്നത് പണവുമായി വന്നവർ വോട്ടിന് പണം എന്ന വിവാദം ഏത് തരത്തിൽ മണ്ഡലത്തിൽ ഏറ്റവും ലാസ്റ്റ് ലാപ്പിൽ അത് ചർച്ചയാകുന്ന ഒരു സാഹചര്യം. ഇനി നമുക്ക് ഒരു പൾസിലേക്ക് വരുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം തിരിച്ചു പിടിക്കേണ്ട അഭിമാന പോരാട്ടമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് കൈവിട്ടു പോയത് 91-ന് ശേഷം സുശീല ഗോപാലൻ തലക്കുന്നിൽ ബഷീറിനെ തോൽപ്പിച്ചതിന് ശേഷം പിന്നീട് 2019-ലാണ് ഈ മണ്ഡലം കൈവിട്ടു പോകുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. BJP-യുടെ ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിത വരവിലൂടെ ഞെട്ടിച്ച മണ്ഡലം കൂടിയാണ്. ആ രീതിയിൽ 2.5 ലക്ഷത്തിനിടയ്ക്ക് 2,40,881 വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടിയത്. അതുകൊണ്ട് അതൊരു BJP-ക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ BJP-ക്ക് VIP മണ്ഡലം കൂടിയാണ്. എങ്ങനെയാണ് CPM ഭാഗത്തു നിന്ന് BJP ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതീക്ഷകൾ, അതിലേക്ക് കൂടി വരാം. അരുണിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇലക്ഷൻ പൂരം തുടരുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആണുള്ളത്. VB അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഏറ്റവും പുതിയ പൾസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അരുൺ, നേരത്തെ UDF-ന്റെ ഒരു പ്രതീക്ഷ അരുൺ പങ്കുവെച്ചു കഴിഞ്ഞു. പക്ഷേ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ആണല്ലോ ജോയിൽ നിക്ഷിപ്തം ആയിട്ടുള്ളത്. അതാകട്ടെ പൊതുവെ സ്വീകാര്യനായ ഒരു നേതാവ് എന്നാണ് പറയപ്പെടുന്നത്. മണ്ഡലത്തിന് സുപരിചിതനാണ് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 38,000-ന്റെ ഭൂരിപക്ഷം അത് ഇടതു കോട്ടയിലായിരുന്നു നേടിയത്. അത് മറികടക്കാനുള്ള ശേഷി പ്രവർത്തനങ്ങൾ CPIM നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ CPM-ന്റെ ഒരു പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളും സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പ്രതീക്ഷ. സമ്പത്തിന് പകരം വി ജോയി എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു പ്രതീക്ഷ. ഇതൊക്കെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു പ്രചാരണത്തെ? CPM-നെ എല്ലാ കാലത്തും അവർ വിജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ അതിലാദ്യം വയ്ക്കുന്ന പേരാണ് ആറ്റിങ്ങൽ. കാസർഗോഡും ആലത്തൂരും പാലക്കാടും ഒക്കെ പോലെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ആറ്റിങ്ങൽ. അവിടെയാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് എന്ന UDF-ന്റെ കോൺഗ്രസിൻ്റെ നേതാവ് കോന്നിയിൽ നിന്ന് ഇവിടെ എത്തി CPM-നെ ഞെട്ടിച്ചത്. വലിയ ഭൂരിപക്ഷം അത് ലഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്നുണ്ടായത് ഈ വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണമാണ്. അതിനപ്പുറത്തേക്ക് ശബരിമല വിഷയം. അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന വോട്ട് ശേഖരിക്കാൻ, വോട്ടുകൾ വാരിക്കൂട്ടാൻ പ്രത്യേക കഴിവുള്ള ഒരു നേതാവിൻ്റെ സാന്നിധ്യം. 2.5 ലക്ഷത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ലഭിക്കുന്നു. ശബരിമല തിരിച്ചടിയാകുന്നു CPM-നെ അവർ വിലയിരുത്തുന്നു. അങ്ങനെ അതെല്ലാം തിരിച്ചടിയായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മാറി നിൽക്കുമെന്നാണ് CPM കരുതുന്നത്. സമ്പത്തിനെതിരെ വലിയ വിരുദ്ധ വികാരം ഒരു തുടർച്ചയായ MP ആയ ആളാണ്. അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ, എതിർപ്പുകൾ മണ്ഡലത്തിൽ CPM പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടായിരുന്നു. അത്തരം നെഗറ്റീവ്സ് ഇത്തവണ വി ജോയി എന്ന വർക്കല MLA-ക്കില്ല. അദ്ദേഹം 2 തവണ തുടർച്ചയായി വർക്കല MLA ആയ ആളാണ്. CPM ജില്ലാ സെക്രട്ടറിയാണ്. മറ്റൊരു കാര്യം, ജോയി വോട്ട് പിടിക്കുന്ന ഒരു രീതിയാണ്. ജോയിയുടെ നിരവധി പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത് അതിന് പ്രധാന പ്രസംഗം, ഞാൻ ഇവിടെ വോട്ട് ചോദിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ മാത്രമല്ല നിങ്ങളുടെ നാട്ടുകാരനായാണ്. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ആദ്യം ഓടിയെത്താൻ പോകുന്നത് കണ്ണൂരുകാരനും അടൂരുകാരനുമാകില്ല, ഞാനാണ്. അങ്ങനെ നാട്ടുകാരൻ എന്ന ഒരു പോസിറ്റീവ് കാര്യം കൂടി വി ജോയി തനിക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ജോയി വളരെ സ്വാധീനമുള്ള ആളാണ്. രാഷ്ട്രീയ സംഘടനാപരമായും അതുപോലെ തന്നെ നാട്ടുകാർക്കിടയിലുമൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഇത്തവണ CPM വിജയിക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടുന്നു. 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ CPM പ്രതിനിധികളാണുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ ഭൂരിപക്ഷം. ആറ്റിങ്ങലിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വന്നിട്ട് കഴിഞ്ഞ ശബരിമലയൊക്കെ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായെന്ന് CPM വിലയിരുത്തുന്നു. ആ കാര്യങ്ങളൊക്കെ മറികടക്കാൻ ആയിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്കുള്ള എതിർപ്പ് മാറിയെന്ന് CPM കരുതുന്നു. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും ഇത്തവണ ആറ്റിങ്ങൽ വിജയിക്കുമെന്ന് തന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്. ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനം കൊണ്ടും അവർ വലിയ ആത്മവിശ്വാസമാണ്. ആറ്റിങ്ങൽ ജയിക്കും. ചുരുങ്ങിയ വോട്ടിനെങ്കിലും, അതായത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടൊക്കെ 2 ലക്ഷത്തോളം വോട്ടാണ്. ആ വോട്ട് CPM-ന്റെ കൂടി വോട്ടാണ്. അതൊന്നും ഇത്തവണ അവിടേക്ക് പോകില്ല. ആ വോട്ടുകൾ മടങ്ങി വരുമെന്ന് CPM ഉറപ്പിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ അവർ ഇത്തവണ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ അതും ഉണ്ടായില്ല. അതും പൂർണ്ണമായും
UDF-ലേക്ക് പോവുകയായിരുന്നു. CPM-നൊപ്പം നിന്ന ന്യൂനപക്ഷ വിഭാഗ വോട്ടുകൾ പോലും അങ്ങനെ മാറിപ്പോയിരുന്നു. അതെല്ലാം തിരിച്ചു വരും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും CPM-ന്റെ പ്രതീക്ഷ ആ തരത്തിലാകുമ്പോഴും ഈ ശോഭാ സുരേന്ദ്രൻ പിടിച്ച ആ വോട്ടിൽ വിഹിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ അതിലും വലിയ നാണക്കേട്. അതെ, അത് അരുൺ ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ എനിക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം അപ്രതീക്ഷിതമായി എത്തിയ ശോഭാ സുരേന്ദ്രൻ 2,42,000 വോട്ട് പിടിക്കുന്നു. അവിടേക്ക് വളരെ കൃത്യമായ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വോട്ട് കുറഞ്ഞാൽ അത് BJPക്ക് വലിയ ക്ഷീണമാകും എന്നതിൽ യാതൊരു തർക്കവും. നമുക്ക് ആ വിശദാംശങ്ങൾ തേടാം ഇടവേളയ്ക്ക് ശേഷം. എന്ന് പറഞ്ഞാൽ അപർണ, നമുക്ക് ആറ്റിങ്ങൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഉന്നയിച്ച സംശയം, അതിന് കൃത്യമായൊരു മറുപടി അരുണിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. തീർച്ചയായിട്ടും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ട് തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അതുകൊണ്ട് മണ്ഡലത്തിന്റെ പൾസിന് പ്രത്യേകം അറിയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഈ രാമക്ഷേത്രം വന്ന സമയത്ത് അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ഏറ്റവും കൂടുതൽ വിതരണം ചെയ്ത മണ്ഡലമൊക്കെ ആറ്റിങ്ങലാണ്. അപ്പോൾ BJP കൊടുക്കുന്ന ഫോക്കസ് എന്ന് പറയുന്നത് ചെറുതല്ല ആറ്റിങ്ങലിലേക്ക്. ആ തരത്തിലാണ് BJPയുടെ ഫോക്കസ്. അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, അതായത് ഈ BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 2,42,000 വോട്ട് അത് CPM-ൽ നിന്നടക്കമാണ് എന്നൊക്കെ വിലയിരുത്തുമ്പോൾ അപ്പോൾ അത് BJPയുടെ സ്ഥായിയായ വോട്ടായി കണക്കാക്കാൻ പറ്റുമോ? ഇത്തവണ എന്താണ് BJPയുടെ പ്രതീക്ഷ? ഒപ്പം ഒരു കാര്യം കൂടി, അരുണിന് അവിടെ നിന്ന് ലഭിക്കുന്ന പൾസിൽ നിന്ന് ഒരു മേൽക്കൈ ഈ 3 സ്ഥാനാർത്ഥികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടോ? അഭിലാഷ്, ഇടത് കോട്ട നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ് വി ജോയ്ക്ക് മുന്നിലുള്ളത്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ് അടൂർ പ്രകാശ് മുൻപിലുള്ളത്. എന്നാൽ പ്രാഥമികമായി വിജയത്തിന് മുമ്പ് തന്നെ വി മുരളീധരൻ എന്ന BJPയുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് മുന്നിലുള്ളത് ശോഭാ സുരേന്ദ്രൻ എന്ന കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞെങ്കിൽ വലിയ വിമർശനം സ്വാഭാവികമായും വി മുരളീധരൻ നേരിടേണ്ടി വരും. കഴിഞ്ഞ തവണ വി മുരളീധരനും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ ശോഭാ സുരേന്ദ്രനെ സഹായിച്ചിരുന്ന പരാതി, വിമർശനം വലിയ രൂപത്തിൽ BJPക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ തഴഞ്ഞുകൊണ്ട് വി മുരളീധരനോട് സ്ഥാനാർത്ഥിയാക്കുന്ന എതിർപ്പുള്ളവർ BJPയിലുണ്ട്. RS നേതൃത്വത്തിലും ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ വിഷയത്തിലുണ്ട് എന്ന് സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ വോട്ട് നിലനിർത്തണം. 2,48,000 ചില്ലുവാനം വോട്ട് എന്നുള്ളത് എത്രത്തോളം കുറയുമോ അത്രത്തോളം വിമർശനങ്ങൾ വി മുരളീധരൻ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഒപ്പമുള്ളവരും. തികഞ്ഞ ആത്മവിശ്വാസം വി മുരളീധരൻ ഇന്ന് ഞാൻ കാണുമ്പോഴും പ്രകടിപ്പിക്കുന്നു. 100% അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പു പറയുന്നു. പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് പറയേണ്ടി വരും. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞ തവണ വോട്ട് വന്ന വഴി ശബരിമല വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ആറ്റിങ്ങലിൽ മാറി എന്നുള്ളത് വസ്തുതയാണ്. BJPക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ആറ്റിങ്ങലിൽ, വർക്കലയിലും കാട്ടാക്കടയിലുമൊക്കെ രാഷ്ട്രീയ വളർച്ചയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വലിയ രീതിയിൽ വളർന്നു വരുന്നു. പക്ഷേ അത്രയും വോട്ട് BJPക്ക് രാഷ്ട്രീയമായി അവിടെ ഉണ്ടോ എന്ന ചോദ്യത്തിന് അത്ര എളുപ്പം യെസ് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത കൊണ്ടുകൂടി വന്ന വോട്ടായിരുന്നു കഴിഞ്ഞ വർഷം. ശബരിമല വലിയൊരു സഹായം അവർക്ക് ചെയ്തു എന്നത് വ്യക്തമാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി മുരളീധരന് മുന്നിലുള്ളത്. ഇവിടെ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നത് ശരിയല്ല. പക്ഷേ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു. അവിടെ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് BJP സ്ഥാനാർത്ഥിയേക്കാൾ ഒരല്പം മേൽക്കൈയുണ്ട് എന്ന് ഈ മണ്ഡലത്തിൽ ഇത്രയും ദിവസം നടത്തുന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സ്വാഭാവികമായും ഇവിടെ അതാണ് ആ രീതിയിലുള്ള ഒരു നിരീക്ഷണം അരുണിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതം കൂട്ടുക മാത്രമല്ല, വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു പ്രസ്റ്റീജ് മത്സരം ആറ്റിങ്ങലിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നുണ്ട്. തീർച്ചയായും അവിടെ അരുൺ ആ ആറ്റിങ്ങൽ മണ്ഡലത്തെ അവസാനിപ്പിച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ്. അപ്പം ഇനി നമ്മൾ പോകുന്നത് സാക്ഷാൽ ശബരിമലയിലേക്ക് തന്നെയാണ്, ശബരിമലയുള്ള മണ്ഡലത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഇത്തവണ പത്തനംതിട്ട കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ചിത്രമല്ല പത്തനംതിട്ടയിൽ. ഇത്തവണ 2019 അല്ല 2024 പത്തനംതിട്ട മാറിയിരിക്കുന്നു. ജനങ്ങൾ ഏത് തരത്തിൽ മാറി ചിന്തിക്കുന്നു എന്നുകൂടി കണ്ടറിയുന്നു. അതായത് കഠിനമാണ് അവിടുത്തെ മലകയറ്റം അല്ലെ? അതെ. VR കാർത്തിക് ചേരും നമുക്കൊപ്പം വിവരങ്ങളുമായി ഇടവേളയ്ക്ക് ശേഷം.